मैनिफेस्टो आपको अच्छा लगा? आपने देखा होगा कि प्रधानमंत्री पैनिक कर गए. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 4 ദിവസമായി നടത്തുന്ന പ്രചാരണങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ 2 വാക്കിലെ മറുപടി. രാജ്യത്തെ 90% അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല, 10% എല്ലാ മേഖലയെയും അടക്കി വാഴുന്നു എന്ന് സാമൂഹ്യനീതി ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ രാഹുലിന്റെ പ്രസംഗം. എന്നാൽ പൈതൃക സ്വത്തിന് നികുതി നിശ്ചയിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് മോദി ഇന്ന് പുതിയ ആരോപണം ഉന്നയിച്ചു. സാമ്പത്തിക സർവേ നടത്തുമെന്ന കോൺഗ്രസ് വാഗ്ദാനമാണ് മോദി ഇതിന്റെ ഉദാഹരണമായി കാണിച്ചത്. तो कांग्रेस की मुस्लिम लीगी सोच को देश के सामने रखना चाहता हूं और जब उनका मैनिफेस्टो आया उसी दिन मैंने कह दिया था कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है. ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദ ഒരു ചാനലിൽ നടത്തിയ നിരീക്ഷണം ബി.ജെ.പി. വലിയ ആയുധമാക്കുകയാണ്. അമേരിക്കയിൽ $100 മില്യൺ സമ്പാദ്യമുള്ളയാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തിൽ 45% മക്കൾക്ക് ലഭിക്കൂ, ബാക്കി 55% സർക്കാരിലേക്ക് പോകും. എന്നാൽ ഇന്ത്യയിൽ വലിയ പണക്കാരനായ ഒരാൾ മരണപ്പെട്ടാൽ മുഴുവൻ സ്വത്തും മക്കൾക്ക് ലഭിക്കും. അമേരിക്കയിലേത് പൊതുജനത്തെ കൂടി കരുതിയുള്ള സമീപനമെന്നായിരുന്നു സാം പിത്രോദയുടെ അഭിപ്രായം. ഇത് ബി.ജെ.പി. വിവാദമാക്കിയതോടെ പിത്രോദ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് വിശദീകരിച്ച് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് രംഗത്ത് വന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.